ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, ജോയിൻ ചെയ്യാവുന്നതാണ്. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കാതിരിക്കുക. ഇന്നത്തെ ഈ വീഡിയോ വിഷൻ ബോർഡിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടാണ്. വിഷൻ ബോർഡ് തയ്യാറാക്കിയ ആളുകളെല്ലാം കമന്റ് ചെയ്യുക, നിങ്ങളൊക്കെ എങ്ങനെയാണ് വിഷൻ ബോർഡ് തയ്യാറാക്കിയതെന്ന്. വിഷൻ ബോർഡ് തയ്യാറാക്കാത്ത ആളുകളും അതുപോലെ തയ്യാറാക്കാൻ അറിയാത്ത ആളുകളും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. സാധാരണയായി വിഷൻ ബോർഡ് തയ്യാറാക്കുന്നത് നമ്മുടെ ഫോക്കസ് നമ്മുടെ ലക്ഷ്യത്തിൽ തന്നെ എപ്പോഴും ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ അട്രാക്റ്റീവായ പിക്ചേഴ്സ് ആണ് വിഷൻ ബോർഡിൽ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അത് ഉള്ളതായിട്ട് ഫീൽ ആവണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എവിടെയാണ്, ഏത് സ്ഥലത്താണ് സമയം സ്പെൻഡ് ചെയ്യുന്നത്, ആ സ്ഥലത്ത് വിഷൻ ബോർഡ് വെക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. വിഷൻ ബോർഡ് തയ്യാറാക്കുമ്പോൾ നമുക്ക് വേണ്ട എല്ലാ ലക്ഷ്യങ്ങളുടെയും പിക്ചേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഹെൽത്ത്, കരിയർ, വെൽത്ത്, റിലേഷൻഷിപ്പ്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വിഷൻ ബോർഡ് തയ്യാറാക്കാവുന്നതാണ്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള വിഷൻ ബോർഡ് എന്ന് പറയുന്നത് അധികം പിക്ചേഴ്സ് ഇല്ലാത്ത ഒരു വിഷൻ ബോർഡാണ്. അതായത് നമ്മൾക്ക് ആദ്യം നേടേണ്ടത് ഏത് ലക്ഷ്യമാണോ, ഏത് ആഗ്രഹമാണോ, ആ ലക്ഷ്യത്തിന്റെ ഒരു പിക്ചർ അത് വലിപ്പം കൂടി ഒന്ന് സെറ്റ് ചെയ്യുക. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ആ പിക്ചർ ആയിരിക്കണം നമ്മൾ കാണേണ്ടത്. ഇതുപോലുള്ള ഒരെണ്ണമാണ് ഞാൻ എൻ്റെ വിഷൻ ബോർഡിൽ ചെയ്യാറുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എനർജി മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് ഡിവൈഡഡ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫുൾ എനർജി നമുക്ക് വേണം, സ്പ്ലിറ്റ് ചെയ്ത് മറ്റ് ലക്ഷ്യങ്ങളിലേക്ക് പോകരുത്. ഈ രീതിയിലൊന്ന് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുറേ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് പിക്ചറായിട്ട് സെറ്റ് ചെയ്യാതെ നമുക്ക് വേണ്ടുന്നതായിട്ടുള്ള രണ്ടോ മൂന്നോ കാര്യങ്ങൾ വളരെ ചെറുതായിട്ട് വിഷൻ ബോർഡിന്റെ സൈഡിലായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഫോക്കസ് എപ്പോഴും കിട്ടേണ്ടത് ഫസ്റ്റ് നമുക്ക് എന്താണോ നേടേണ്ടത് ആ ആഗ്രഹത്തിന്റെ ഫോക്കസ് ആയിരിക്കണം. നമ്മുടെ ലക്ഷ്യം അതിലേക്ക് തന്നെയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷൻ ബോർഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കാനും മറക്കരുത്. പ്രത്യേകിച്ച് രാവിലെ എണീറ്റ ഉടനെ, അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വിഷൻ ബോർഡ് നോക്കി വിഷ്വലൈസ് ചെയ്യാനായിട്ട് മറക്കാതിരിക്കുക. വളരെ വേഗം നമുക്ക് വിഷൻ ബോർഡ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, നമുക്ക് നേടേണ്ടതായിട്ടുള്ള ആഗ്രഹം മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും.